എടുത്തത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അവൻ എഴുതി. ഇത് ഈ 14 അർത്ഥമൊന്നും നമുക്ക് പരിശോധിക്കാതെ ഒരാളൊന്ന് പറ, മാറി മാറി പറയാം. അവൻ എഴുതി, അവർ രണ്ടുപേർ അറബി എഴുതി, പറയണം. അവർ എഴുതി. അതിന്റെ അറബി കതബ, കതബ. നിനക്ക് ഞാൻ എഴുതുന്ന മലയാളത്തിന്റെ മാത്രം പറഞ്ഞാൽ മതി. കത്തബ എന്നുള്ളതാണ്. അവർ രണ്ടുപേർ എഴുതി. അവർ എഴുതി. അവൾ എഴുതി. അവർ രണ്ട് സ്ത്രീകൾ എഴുതി. ഇവർ സ്ത്രീകൾ എഴുതി. കതബിന. നീ എഴുതി. നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതി. നിങ്ങൾ എഴുതി. കതബ്തും. നീ എഴുതി. നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതി. നിങ്ങൾ സ്ത്രീകൾ എഴുതി. ഞാൻ എഴുതി. ഞങ്ങൾ എഴുതി. ഓക്കെ. സൂറത്തുൽ കാഫിറൂനിലെ ഈ 14 ഫീലില് നിങ്ങൾക്ക് പരിചയമുള്ള ഏത് ഫീല വന്നേക്കണം? സൂറത്തുൽ കാഫിറൂൻ നമുക്കറിയാവുന്ന സൂറത്താണല്ലോ. എന്നുള്ളത് ഈ മാലിയായ 14 അതിന്റെ അർത്ഥം എന്താണ്? അബത്തും, നിങ്ങൾ ഇബാദത്തെടുത്തു. അപ്പൊ അബദ എന്ന ഫീലാണ് എന്തായി വന്നത്? അബദ, അബദ, അബദു, അബദത്ത്, അബദത, അബദിന, അബത്ത, അബത്തുമ, അബത്തും. അപ്പൊ സൂറത്തുൽ കാഫിറൂനില് അബത്തും എന്ന പദം വന്നിട്ടുണ്ട്. സൂറത്തുൽ ലഹബില് നമ്മൾ നേരത്തെ പരിശോധിച്ചു. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ. തബ്ബത്ത് ഏതാണ്? തബ്ബ, തബ്ബ, തബ്ബു, തബ്ബത്ത്. അവിടെ യത് എന്നത് മുഅന്നസ് ആയതുകൊണ്ടാണ് തബ്ബത്ത് പ്രയോഗിച്ചത്. മനുഷ്യരുടെ ശരീരത്തിലെ ഈ മ്യൂട്ടാകാൻ നിങ്ങൾ ശ്രമിക്കണോട്ടാ. ചിലരുടേത് പ്രതികരിക്കണം, നിങ്ങൾ അൺമ്യൂട്ട് ആകണം, അതോടൊപ്പം ഉടനെ മ്യൂട്ട് ആവണം. അത് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു കൾച്ചറായി നമ്മൾ വികസിപ്പിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആയി പോകും എല്ലാവരുടെയും കൂടി ഓപ്പൺ ആകുമ്പോ. അപ്പോ പറഞ്ഞു വന്നത് തബ്ബ, തബ്ബ, തബ്ബു, തബ്ബത്ത്. മനുഷ്യ ശരീരത്തിലെ ഇരട്ട അവയവങ്ങളെല്ലാം മുഅന്നസാണ്. അപ്പൊ അത് പ്രയോഗിക്കുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ടത് മുഅന്നസായ ഫീലാണ്. അതുകൊണ്ടാണ് തബ്ബത്ത് യദാനി എന്ന് പ്രയോഗിച്ചത്. ഇരു കരങ്ങൾ നശിച്ചു. അത് മുഅന്നസായത് കൊണ്ടാണ് അവിടെ പ്രയോഗിച്ചത്. ഓക്കെ, ഇനി കതബ, കതബ, കതബു, കതബത്ത്, കതബത്ത, കതബിന. ഈ 6 ഫീലിന്റെ അർത്ഥം ഒരാളൊന്ന് പറഞ്ഞെന്ന്. ഏതെങ്കിലും ഒരാൾ തയ്യാറാവും? കതബ അവൻ എഴുതി. കതബ അവർ രണ്ടുപേർ എഴുതി. കതബു അവർ എഴുതി. കതബത്ത് അവൾ എഴുതി. കതബത്ത അവർ രണ്ട് സ്ത്രീകൾ എഴുതി. കതബന അവർ കുറെ സ്ത്രീകൾ എഴുതി. ഓക്കെ, ഈ 6 ഫീലിന്റെ വേറൊരാൾ അർത്ഥം പറഞ്ഞു തന്നെ. നിങ്ങൾ എഴുതി. നീ എഴുതി. നിങ്ങൾ രണ്ടുപേർ എഴുതി. ഓക്കെ. കതബ്തും
നിങ്ങൾ എഴുതി. നിങ്ങൾ എഴുതി. ഓക്കെ. കതപ്തി നീ എഴുതി സ്ത്രീകളോട്. സ്ത്രീനോടാണ് പറയുന്നത്. അപ്പൊ നീ എഴുതി എന്ന് തന്നെ പറഞ്ഞാൽ മതി, പക്ഷെ അതിൽ സ്ത്രീ ഉണ്ട്. ഓക്കെ. കതപ്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതി. കതപ്തുന്ന നിങ്ങൾ എഴുതി. നിങ്ങൾ സ്ത്രീകൾ എഴുതി. സ്ത്രീകളോടാണ് അത് പറയുന്നത്. കതപ്തുന്ന. കുറെ സ്ത്രീകൾ ഇരുന്ന് എഴുതാനുണ്ടല്ലേ, കതപ്തുന്ന അങ്ങനെ പറയാം. ഈ രണ്ട് ഫീലിന്റെ അർത്ഥം പറ വേറൊരാള്. കതബ്തു ഞാൻ എഴുതി, കതബ്ന ഞങ്ങൾ എഴുതി. ഓക്കെ. അപ്പൊ ഏറെക്കുറെ മാലിയായ ഫീല് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാന് മലയാളം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും, അതിന്റെ ഫീല് പറയണം. അതേ ഫീല് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അവൻ എഴുതി എന്നുള്ളതിന് ഒന്നും കൂടി അത് പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് അത് അവസാനിപ്പിക്കാം പെട്ടെന്ന്. ഇതിന്റെ അറബി പറയണം. അവൻ എഴുതി. കത്തബ. കത്തബ. ഓക്കെ. കത്തബ. കത്തബ. കത്തബ്. കത്തബു. കത്തബു. കത്തബത്. അവർ രണ്ട് സ്ത്രീകൾ എഴുതി. കത്തബത്ത. സ്ത്രീകൾ എഴുതി. കത്തബിന. കത്തബിന. നീ എഴുതി. കത്തബത്തി. നീ. കത്തബത്ത. കത്തബത്ത. കത്തബത്തുമാ. ഓക്കെ. കത്തബത്തും. ഓക്കെ. കതപ്തി കതപ്തുമാ കത്തബത്തുന്ന. കതപ്തുന കത്തബ്തു. കതപ്തു കതബ്ന. ഓക്കെ. അപ്പൊ കത്തബ്ന. ഇതിപ്പോ നിങ്ങളൊന്ന് വളരെ ഇത് ഒട്ടും പരിചയമില്ലാത്തവരുടെ മുന്നിൽ ഞാന് അറബി തന്ന് മലയാളം പറയിപ്പിച്ചു, മലയാളം തന്ന് അറബി പറയിപ്പിച്ചു. ഇതൊന്നുമില്ലാതെ ആ 14 ഫീലുകൾ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തു. ഇനി നിങ്ങൾ ഈ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ആഴ്ചക്കുള്ളിൽ ഇത് നിങ്ങളുടെ തലയിലാക്കണം. ഈ മാലിയായ ഫീലിന് വികസിപ്പിച്ച് 56 ഫോമിൽ വരുന്നത്. 56 ഫോമിൽ ഫഅല എന്ന ഈ സ്കെയില്, ഈ 3 അക്ഷരം വികസിച്ച് 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 327 പ്രയോഗങ്ങൾ ഫീലിനുണ്ട്. 327 പ്രയോഗങ്ങൾ. ആ 327 പ്രയോഗം പഠിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം മാലി 14 എണ്ണം പഠിക്കണം. പിന്നെ ആ 14 എണ്ണത്തിന്റെ വികസിത രൂപം മാലിയിൽ 56 പ്രയോഗം വരും. മുലാരിയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അമ്രിൽ 15 പ്രയോഗമുള്ളൂ ആകെ. അങ്ങനെ മൊത്തം 327 ഫീലായിട്ട് ഖുർആനിൽ വികസിച്ചെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരു ഫീല് പഠിച്ചാൽ അതിന് സമാനമായി വരുന്ന എല്ലാ ഫീലിനെയും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണം. ഇതിപ്പോഴത്തെ ഈ ക്ലാസ്സിൽ മാത്രം നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഈ മാലിയായ ഫീൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോ ഇത് വേറൊരു ടെസ്റ്റാണ്. അവൻ എഴുതി. കത്തബ എന്നാണ് പറഞ്ഞ. അവർ രണ്ടുപേർ പോയി. പറ മറുപടി. ഓക്കെ. അവർ വായിച്ചു. അവൾ ഇരുന്നു. അവൾ ഇരുന്നു. ജലസത്ത്. അവർ രണ്ട് സ്ത്രീകൾ വായിച്ചു. സഹായിച്ചു. സഹായിച്ചു എന്നാണ്. രണ്ട് സ്ത്രീകളാണ്. നസറത്ത. അവർ സ്ത്രീകൾ കേട്ടു.
سمعنا സെമിഅന സെമിഅന سمعنا നീ നോക്കി نظرت നവർത്ത നവർത്ത നിങ്ങൾ രണ്ടുപേർ തിന്നു أكلا നിങ്ങൾ أكلا രണ്ടുപേർ. أكلا أكلا കല എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ തിന്നു എന്നാണ്. أكلتما അക്കൽത്തുമാ أكلتما നിങ്ങൾ കളിച്ചു. ലഹബത്ത് لعبوا ലഅബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ. لعبوا لعبتم ലഅബ്തും ലഅബ്തും നീ സ്ത്രീ പുറപ്പെട്ടു. خرجت خرجت ഖറജ്തി ഖറജ്തി നിങ്ങൾ രണ്ട് സ്ത്രീകൾ വായിച്ചു. قرأتما കറത്തുമാ നിങ്ങൾ സ്ത്രീകൾ പോയി. ذهبت ذهبتن ദഹബ്തുന്ന ദഹബ്തുന്ന ഞാൻ ഇരുന്നു. جلست ജലസ്തു ഞങ്ങൾ സഹായിച്ചു. نصرنا നസർന അപ്പൊ ഇതുവരെ നമ്മള് കത്തബ എന്ന ഫീലിട്ടാണ് കളിച്ചത്. അത് മലയാളത്തിൽ തന്നു അറബിയിൽ പറഞ്ഞു, അതിന്റെ അറബി പറഞ്ഞു, മലയാളം പറഞ്ഞു. ഇപ്പോൾ അതേ സ്ട്രക്ചറിൽ തന്നെ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതുമ ഫഅൽതും ഫഅൽതി ഫഅൽതുമ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന. ഈ 14 ഫീലാണ് ഈ സ്ക്രീനിലുള്ളൂ. പക്ഷെ ഫീലുകൾ മാറി. ഫഅല ഫഅല ഫഅലു എന്ന് പറഞ്ഞ് ചെല്ലണതിന് പകരം എന്താ കൊടുത്തേണ? കതബ ദഹബ ഖറഉ ജലസത്ത് നസറത സെമിഅന നളർത്ത അകൽതുമ ലഅബ്തും ഖറജ്തി ഖറഅതുമ ദഹബ്തുന്ന ജലസ്തു നസർന. ഒരു 14 ഫീല് നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ സർഫ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താല് പിന്നെ നിങ്ങളെ ഇതിൽ നിന്നും പിന്മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. ഫാല ഫാല ഫാലു സർഫ് ചെയ്യാൻ എളുപ്പമാണ്. അതിനനുസരിച്ച് അതിന്റെ അർത്ഥവും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ 14 ഫീലുകൾ മാറ്റി വെച്ച് ഈ ഫാല ഫാല ഫാലു എന്നുള്ളത് ഇതേ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ സർഫ് ചെയ്ത് പഠിക്കണം. അത് ഒരു ടാസ്ക് ആണ്. അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ വന്ന ഹദീസുകളിൽ വന്ന അറബി ഭാഷയിൽ വന്ന ഏത് മാദിയായ ഫീലിന്റെയും അർത്ഥം തെറ്റുകൂടാതെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. നമ്മളെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ശരി, ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യണം. നസറ അർത്ഥം പറ. അവൻ സഹായിച്ചു. നസർത്ത നീ സഹായിച്ചു. നസറു അവർ സഹായിച്ചു. നസർത്തും നിങ്ങൾ സഹായിച്ചു. നസറത്ത നിങ്ങൾ നസറത്ത അവർ രണ്ട് സ്ത്രീകൾ സഹായിച്ചു. അവർ രണ്ട് സ്ത്രീകൾ സഹായിച്ചു. നസർത്തു നസർത്തു ഞാൻ സഹായിച്ചു. ഞാൻ സഹായിച്ചു. ഓക്കെ, അടുത്തത് ഞങ്ങൾ സഹായിച്ചു. അറബി പറ. അവർ രണ്ടുപേർ സഹായിച്ചു. നസറ അവൾ സഹായിച്ചു. നസറത്ത് അർക്കത്ത് മാറി അപ്പർത്ഥം പോയി. നസർത്ത എന്ന് പറഞ്ഞാൽ നീ സഹായിച്ചു എന്നാണ്.
നസർത്തി എന്ന് പറഞ്ഞാൽ നീ സ്ത്രീ സഹായിച്ചു എന്നാണ്. നസർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിച്ചു എന്നാണ്. നസറത്ത് അവൾ സഹായിച്ചു എന്നാണ്. അവൾ സഹായിച്ചു. ഹർക്കത്തുകളുടെ മാറ്റത്തിൽ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ 2 സ്ത്രീകൾ സഹായിച്ചു. നസറത്ത നസർത്തുമ നസർത്തുമ നസർത്തുമാ അവർ 2 സ്ത്രീകൾ സഹായിച്ചു. നസറത്ത നസറത്താ നിങ്ങൾ കുറെ സ്ത്രീകൾ സഹായിച്ചു. നസർത്തുന്ന നസർത്തുന്ന ഇപ്പൊ ഒരു വിധം സർഫ് മാലിയായ ഫീലിൻ്റെത് ക്ലിയർ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്റെ ചോദ്യം കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ കുറച്ച് ഭാഗങ്ങളോട് കൊടുത്തേക്കണം. ഇതിലെ ഫീലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. സൂറത്തുൽ ഫാത്തിഹയിലെ ഫീലുകൾ നഅ്ബുദു, നസ്തഈനു, മുസ്തഖീം. അലിഫ്ലാം വരുന്നതെല്ലാം ഇസ്മുകളാണെന്ന് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. 2 ഫീല് പറഞ്ഞുള്ളൂ. നഅ്ബുദു, നസ്തഈനു. പിന്നെ അൻഅംത അൻഅംത, പിന്നെ ഇഹ്ദി ഇഹ്ദി. ഇഹ്ദി എന്നത് ക്രിയയാണ്. അൻഅംത എന്നുള്ളത് ക്രിയ. 4 ക്രിയകളുണ്ട്. നഅ്ബുദു എന്നുള്ളത് മാലിയാണ്, മുളാരിയാണ്, അമ്രാണ്? മുലാരിയ മുളാരിയ ഫീലാണ്. നസ്തഈനു എന്നുള്ളതാ മുലാരിയ മുളാരി. ഇഹ്ദി എന്നുള്ളതാ അമ്ര അമ്ര. അൻഅംത എന്നുള്ളത് മാലി മാലി. നഅ്ബുദുവിന്റെ അർത്ഥം എന്ന് പറ. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു. നസ്തഈനു ഞങ്ങൾ സഹായം തേടുന്നു. സഹായം ചോദിക്കുന്നു അല്ലെ സഹായം തേടുന്നു. ഇഹ്ദി നീ നേർമാർഗം കാണിക്കണം. ഇഹ്ദി എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഇഹ്ദി, നീ നേർമാർഗം കാണിക്കണം എന്നല്ല. നേർമാർഗം എന്നുള്ളതിന് വേറെ പദമാണ്. ഇവിടെ ഇഹ്ദി വഴി എന്ന കാണിക്കണം. പദത്തിന്റെ അർത്ഥം നീ വഴി കാണിക്കുക. നീ നയിക്കണം എന്നാണ്. നീ കാണിച്ചു തരണം, നീ നയിക്കണം. ഇഹ്ദി ഞങ്ങളെ അസ്സിറാത്ത വഴിയിൽ, അൽ മുസ്തഖീം നേരായ വഴിയിൽ ഞങ്ങളെ നീ നയിക്കണം. അത് അള്ളാഹിനോടായപ്പോ നമ്മള് നീ നയിക്കണമേ പ്രാർത്ഥനയായി മാറും. അടിമ ഉടമയോട് കൽപ്പന പറയുമ്പോൾ അത് പ്രാർത്ഥനയാണ്. ഉടമ അല്ല നമ്മളോട് കൽപ്പിക്കുമ്പോൾ അത് സാക്ഷാൽ കൽപ്പനക്രിയയാണ്. കൽപ്പനക്രിയക്ക് ധാരാളം ആശയങ്ങൾ വരും. അതുവഴി നമുക്ക് പഠിക്കാം കേട്ടാ. അൻഅംത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നീ അനുഗ്രഹിച്ചു. നീ അനുഗ്രഹിച്ച. അവൾ അനുഗ്രഹിച്ചു എന്ന് അങ്ങനെ പറയും. അവൾ അനുഗ്രഹിച്ചു. അവൾ 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 അനുഗ്രഹിച്ചു. നീ പെണ്ണിനോടാണ്, നീ അനുഗ്രഹിച്ചു എന്നാണ് പെണ്ണിനോടാ പറയുന്നത്. അവൾ അനുഗ്രഹിച്ചു. അൻഅമത്ത് അൻഅമത്ത്. അവൾ അനുഗ്രഹിച്ചു. അവർ കേൾക്കുന്നില്ല. അവർ അനുഗ്രഹിച്ചു. അൻഅമു അൻഅമു. ഞാൻ അനുഗ്രഹിച്ചു. അൻഅംതു അൻഅംതു. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് ക്രിയകളെയും നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ പഠിച്ച 14 അർത്ഥങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഖുർആനിൽ വന്ന ഈ 14 ഫോമിൽ ഏത് ഫോം വന്നാലും അതിന്റെ കൃത്യതയിലെ പൂർണ്ണതയിലെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അതാണ് ഈ പഠനം കൊണ്ട് നമുക്ക് എന്താണ് ഫലം ഉണ്ടാകുക.
ഈ കാണുന്ന അധ്യായത്തിൽ ഫീലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. സൂറത്തുൽ ഫലക്കാണ്. അഊദു. അഊദു. പുല്ലുണ്ട്, അഊദുണ്ട്. ഫീല് അംറ്. അല്ല, ആദ്യം ക്രിയകളൊന്ന് പറ. ഖലഖ ഖലഖ, അഊദു. ഖലഖ. വഖബ വഖബ, ഹസദ ഹസദ. ഹസദ. 5 ഫീലുകളുണ്ട്. ഖുൽ എന്നുള്ളത് ഏത് ക്രിയയാണ്? അമ്ര അംറ്. അഊദു മുളാരി. 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 ഖലഖ, വഖബ, ഹസദ മാലി മാലിയാണ്. ഖുൽ എന്നതിന്റെ അർത്ഥം എന്താണ്? പറയുക. നീ നീ പറയുക. ഏത് ഫീല് പറഞ്ഞാലും ആ ഫീലിലുള്ള സബ്ജക്റ്റിനെ പറയണം. നീ പറയുക. അഊദു അർത്ഥം എന്താണ്? ഞാൻ ഞാൻ അഭയം ഞാൻ തേടുന്നു. ശരണം തേടുന്നു. ഞാൻ ശരണം തേടുന്നു. ഖലഖ, അവൻ സൃഷ്ടിച്ചു. അവൻ സൃഷ്ടിച്ചു. അവൾ സൃഷ്ടിച്ചു എന്ന് എങ്ങനെ പറയും? ഖലഖത്ത് ഖലഖത്ത്. ഖലഖത്ത്. കുറെ സ്ത്രീകൾ സൃഷ്ടിച്ചു, എങ്ങനെ പറയും? ഖലഖ്തു. ഖലഖിന. ഖലഖിന. ഞാൻ സൃഷ്ടിച്ചു. ഖലഖ്തു ഖലഖ്തു. ഖലഖ്തു. ഓക്കെ. വഖബ എന്ന് പറഞ്ഞാൽ അത് ഇരുൾ മൂടി എന്നാണ്. ഹസദ, അവൻ അസൂയ അവൻ വെച്ചു. അസൂയ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ മുതാരിയും കൂടി എടുക്കണമെന്നാണ് വിചാരിച്ചത്. അതിനുള്ള സമയമില്ല. വേണ്ട, ഇതന്നെ പഠിച്ചിട്ടാ. ഇതന്നെ പഠിച്ചിട്ട് മതി അടുത്തത്. ഇത് തന്നെ പഠിച്ചിട്ട് മതി അല്ലെ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായി ചോദിക്കാൻ. ക്ലാസ്സിനെ കുറിച്ച്